നമസ്കാരം, എല്ലാവർക്കും റിഥം ആൻഡ് റിഫ്ലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റീൽസ് റിഫ്ലക്ഷൻസ് ആണ് ഫിലിം ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്നത്തെ ഫിലിം അനോമി, ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ ശ്രീ റിയാസ് മാരാത്ത് എഴുതി സംവിധാനം ചെയ്ത് മലയാളത്തിൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള നായിക ഭാവന അവരുടെ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ത്രില്ലർ മൂവിയാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പോയി കണ്ടിരുന്നു. ഇതിറങ്ങിയ സമയത്ത് കുറച്ച് പലരുടെയും സങ്കടങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നു. മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചില വാക്കുകളിലൂടെ മാത്രം സപ്പോർട്ട് കൊടുക്കുന്ന നമ്മുടെ മലയാളികൾ ഇപ്പോൾ കുറേശ്ശെ മാറ്റം കണ്ടു തുടങ്ങി. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് ഉച്ചക്കലത്തെ ഷോയിനൊരു അത്യാവശ്യം നല്ലൊരു ഒക്യുപ്പൻസി തിയേറ്ററിലുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് രണ്ട് വാക്കിൽ പറയുകയാണെങ്കിൽ സിനിമയിൽ പറയുന്ന പോലെ തന്നെ സെറോട്ടോണിക് മാജിക് എന്ന് തന്നെ പറയാം. ഒരു ഫാമിലിയിലുണ്ടായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്തത്തിൽ പാരൻസ് മരിച്ച് പിന്നെ ആ ഒരു സിബ്ലിങ്സ്, ഒരു ഭാവനയും അവരുടെ സഹോദരനും ആയിട്ട് മൂവ് ചെയ്യുന്നു. പിന്നീട് ഉണ്ടാവുന്ന ഒരു സീരീസ് ഓഫ് മർഡർ, കൊലപാതകത്തിൻ്റെ ഒരു തുടർച്ച. പക്ഷെ ഇത് പോകുന്നത് സാധാരണ ത്രില്ലർ ഫിലിംസ് പോകുന്ന പോലെ ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള ഒരു രീതിയിലല്ല, കുറച്ചുകൂടെ എമോഷൻസിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട്. പ്രത്യേകിച്ച് ഭാവനയും അവരുടെ അനിയനായിട്ട് ഷെബിൻ ബെൻസൺ, നമ്മുടെ ഭീഷ്മപർവ്വത്തിലൊക്കെ പയ്യനുണ്ടായിരുന്നു. ക്യൂട്ടാണ്, പുള്ളി സ്റ്റൈലിഷുമാണ്, ക്യൂട്ടുമാണ്. ഉള്ള സമയം നല്ല മനോഹരമായിട്ട് ആള് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാരൻസിനോടുള്ള അറ്റാച്ച്മെന്റ്, പ്രത്യേകിച്ച് മദറിനോടുള്ള അറ്റാച്ച്മെന്റ്, അത് രണ്ടുപേർക്കുള്ള എടുത്തെടുത്ത് കാണിക്കുന്ന ഒരുപാട് എമോഷണൽ ടച്ചിങ് ആയിട്ടുള്ള സീൻസ്. അത് സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെയാണ് വരുന്നത്, ആ ഒരു മനോഹരമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അതൊക്കെ ആവശ്യമാണ്. കാരണം ഇപ്പോൾ കുടുംബ ബന്ധങ്ങൾക്കും അങ്ങനെയുള്ള ആ ഒരു സ്നേഹബന്ധത്തിനൊക്കെ പുല്ലുവില കൽപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാരൻസ് മരിച്ചു പോകുമ്പോൾ അവരുടെ ഡിപ്പാർച്ചറിൽ, അവരുടെ വിയോഗത്തിൽ അവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സങ്കടവും അതൊക്കെ എവിടെയോ ഹൃദയത്തിലൊക്കെ കൊള്ളിച്ചു പോകുന്ന രീതിയിൽ മനോഹരമായിട്ട് അതൊരു ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെ ഒരു സൈലൻസും സൗണ്ട് നല്ല രീതിയിൽ അതിൻ്റെ വേഗത്തിനും അതേപോലെ അതിൻ്റെ ആ എമോഷൻസ് ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു പ്രത്യേകത നമ്മുടെ റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആണ്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. പണ്ടൊക്കെ കണ്ടപോലെ എല്ലാത്തിലും ഹീറോയിക് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരാജയങ്ങളും അതിലുള്ള ദുഃഖവും നിരാശയും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഒരു റോറിങ് ലയൺ എന്നൊക്കെ പറയില്ല, ഇങ്ങനെ ചാടി വരുന്ന ഒരു സിംഹത്തിനെ പോലെ പവറായി വരുന്ന ഒരു ക്യാരക്ടറാണ് റഹ്മാൻ്റെ. ഈ ഫിലിമിൽ മെയിനായിട്ട് നടക്കുന്നത് ഒരു മർഡർ, ഒരു സൂയിസൈഡ് ആണെന്ന് കണക്കാക്കിയതിൽ നിന്ന് നമ്മുടെ നായികക്ക് ഉണ്ടാവുന്ന ഒരു ഡിഫറെൻറ്റ് തോട്ടിൽ. അപ്പോൾ ആ ഒരു ട്വിസ്റ്റിന് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും സംഭവിക്കുന്നുണ്ട്. ഈ സൈഡ് എഫക്റ്റുകളൊക്കെ ഓഫ് കോഴ്സ് എല്ലാ ക്രൈമിലുണ്ടാവുന്ന ട്വിസ്റ്റുകളുണ്ടാവുന്ന സൈഡ് എഫക്റ്റുകൾ ഒരുപാട് ആൾക്കാരെ ബാധിക്കും അല്ലേ. പൊതുവേ ഈ ഫിലിംസിലൊക്കെ പൊളിറ്റീഷ്യൻസിനെയാണ് കൂടുതൽ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാറുള്ളത്. ഇവിടെ പ്രത്യേകത പൊളിറ്റീഷ്യൻസിനെ ഒന്നും കാണിക്കാതെ കൂടുതലും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുന്ന പ്രഷർ, സ്ട്രെസ്സും അത് ഓഫ് കോഴ്സ് അറ്റ് ദ സെയിം ടൈം ജുഡീഷ്യറിയിൽ ഇപ്പം നമ്മുടെ ഷുക്കൂർ വക്കീലൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അവരൊക്കെ കൊടുക്കുന്ന ഒരു ജുഡീഷ്യറിയിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രഷറും അതുവഴി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുന്ന അതിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്താലും ലാസ്റ്റ് മൊമെൻറ്റിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന് എന്നൊക്കെ പറയില്ല, അതുപോലെ ഉണ്ടാവുന്ന പല ഇൻസിഡൻസും റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട് അല്ലേ. അതേപോലെയൊക്കെ ഒരുപാട് മൊമെൻറ്റ്സ് വരുന്നുണ്ട്. ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തു പോകുന്ന ഒരു കൂട്ടം ആത്മാർത്ഥതയോടെ ഈ കണ്ണൂർ സ്ക്വാഡിലെ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ചില ആളുകളുടെ ജീവിതവും സമയവും ഒക്കെ മറന്നുകൊണ്ട് ഈ കർമ്മരംഗത്ത് മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്നത്, മക്കളോടും നമ്മുടെ കുടുംബക്കാരോടൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് റിയൽ ലൈഫിലെ പോലീസുകാരുടെ ബുദ്ധിമുട്ടുകളും അതെല്ലാം മനോഹരമായിട്ട്. അത് പുതിയ ആർട്ടിസ്റ്റുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുമടുത്ത അല്ലെങ്കിൽ മറന്ന ആൾക്കാരെയല്ല, പുതിയ ആൾക്കാരെ വെച്ചൊരു പരീക്ഷണമാണ് ഈ ഫിലിമിൽ കാണുന്നത്. സാധാരണ ഒരു വില്ലൻ കൊലപാതകം ചെയ്യാൻ കാരണമായിട്ടുള്ള മോട്ടീവ്, അതിൻ്റെ പുറകിലുള്ള സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങളെയൊക്കെ വിശദീകരിച്ചുകൊണ്ട്
ആള് ചിലപ്പോൾ മരിച്ചു വീഴുന്നതോ, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല ത്രില്ലർ ഫിലിംസും അങ്ങനത്തെ ഫിലിംസ് അവസാനിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ എല്ലാം നേരെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൂമി എൻഡിങ്ങിലാണ് ശരിക്കും അവസാനിക്കുന്നത് കണ്ടിട്ടുള്ളത്. എല്ലാം എവിടെയോ ഇപ്പോൾ എന്താ പറയുക, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയില്ലേ, എന്തിനു വേണ്ടി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അഗണി, ഒരു മനസ്സിലൊരു പിരിമുറുക്കം ഉണ്ടാക്കിയിട്ടാണ് അത് അവസാനിക്കുന്നത്. പക്ഷേ ഈ ഫിലിമിൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോറി അതിങ്ങനെ അവസാനം ചെന്ന് ചേരുന്ന ഒരു ലാസ്റ്റത്തെ കുറച്ച് സമയമുണ്ട്. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു മോഡലാണ്. അതായത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു സ്യൂഡോ സയൻസ് പോലെയൊക്കെ പാളിപ്പോകാവുന്ന ഒരു ത്രെഡിനെ ഏറ്റവും കൺവിൻസിങ് ആയിട്ട് അത് ഒരു ഏൻഷ്യൻ വിസ്ഡമും മോഡേൺ ടെക്നോളജിയും അതിനെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമ്മളൊക്കെ പണ്ട് പല പുസ്തകങ്ങളൊക്കെ വായിച്ച് കേട്ടുള്ള ഒരു ത്രെഡാണ്. ആ ത്രെഡിനെ ഒരിക്കൽ പോലും അരോചകമായിട്ട് കാണിക്കാതെ ഏറ്റവും കൺവിൻസിങ് ആയിട്ട് കൺവിക്ഷനിലൂടെ അത് കാണിക്കാനായിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. ആ പോർഷൻസിലൊക്കെ ഞാൻ പ്രത്യേകം എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, ഒരു അമ്മ മക്കള് ആ ഒരു ബന്ധം അത് പലയിടത്തും ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതും അത് ശരിക്കും അത് നമുക്ക് വളരെ ടച്ചിങ് ആയിരുന്നു. ആ സീൻസൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ അത് ഒരു ആവർത്തന വിരസതയില്ലാതെ ആ ഫിലിമിൻ്റെ ഒരു ത്രെഡ് ഡിസർവ് ചെയ്യുന്ന, ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ഗൗരവത്തിലും ആ ഒരു കൺട്രോളിലുമാണ് ഇത് മൂവ് ചെയ്ത് പോകുന്നത്. സെക്കൻഡ് പാർട്ട് തൊട്ട് ഇൻ്റർവെല്ലിന് ശേഷം ഇൻ്റർവെല്ല് വരെയുള്ള പോർഷൻസിൽ നമ്മൾ സാധാരണ ഒരു ഫിലിം ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു സ്ലോ പേസ് ഒക്കെ ഫീൽ ചെയ്യാം, ചിലയിടത്തൊക്കെ ലാഗൊക്കെ ഫീൽ ചെയ്യാം. ബട്ട് അതിനുശേഷം ഫ്രം ദ സെക്കൻഡ് പാർട്ട് കറക്റ്റ് മോഡിലേക്കാണ് കയറുന്നത്. കറക്റ്റ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ആക്സലറേറ്റ് ചെയ്ത് കയറി പോകുന്ന ഒരു ഇതാണ്. വല്ലാതെ ട്വിസ്റ്റുകൾ വെച്ച് നമ്മളായിട്ട് വട്ടുകളിപ്പിക്കുകയൊന്നുമില്ല. ഓഫ് കോഴ്സ് ഒരു ത്രില്ലർ ഫിലിം ഡിമാൻഡ് ചെയ്യുന്ന ട്വിസ്റ്റുകളോടെ. പിന്നെ 2-3 കാര്യങ്ങൾ എനിക്ക് കുറച്ചും കൂടെ നന്നായെന്ന് തോന്നിയ ഒരു കാര്യം, ഈ റഹ്മാൻ അദ്ദേഹം ഓൾറെഡി തന്നെ ഒരു തിരിച്ചുവരവ് നടത്തിയ ഒരു മനോഹരമായിട്ടുള്ളൊരു നടനാണ് അല്ലേ. രാജമാണിക്യത്തിലും ബ്ലാക്ക് പോലത്തെ സിനിമകളിലൊക്കെ അദ്ദേഹം ഒരുപാട് നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും രജിസ്റ്റർ ആയി കഴിഞ്ഞ നടനാണ്. എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് നമ്മുടെ ബാബു ആൻ്റണി ഉണ്ടല്ലോ, 90s ക്ലാസിക് വില്ലൻ. അദ്ദേഹം പറയാലോ RDX എന്ന് പറഞ്ഞ ഫിലിമിന് കുറച്ച് നേരമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്ക്രീൻ പ്രസൻസ് ഒരുപാട് കയ്യടി നേടിക്കൊടുത്തൊരു സീൻസ് ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അദ്ദേഹത്തിനെ വെച്ചായിരുന്നെങ്കിൽ, ഇത് എൻ്റെ ഒരു തോന്നൽ മാത്രമാണ് കേട്ടോ, എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രം പറഞ്ഞായിരുന്നെങ്കിൽ ഈ ഒരു ഓഫീസർ ഫോമിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഓറയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വേറൊരു ലെവലിലേക്ക് പോയാണ്. കാരണം ഈ RDX ഫിലിമിനൊക്കെ ശേഷം കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസിനെയൊക്കെ ആൾക്കാർ വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സജഷൻ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഭാവന നമ്മൾ ഇനി ഒന്ന് പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് നമ്മൾ കണ്ടതാണ്. ആ കുട്ടി സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ എന്ന സിനിമ തൊട്ട് ലേറ്റസ്റ്റ് പാനോമിയിൽ വരെയും എത്രയോ രീതിയിൽ അവർ പെർഫോം ചെയ്തു പോയിരിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു നാടൻ പെൺകുട്ടിയിൽ നിന്ന് വളരെ എക്സ്ട്രാ മോഡേൺ ലെവലിലുള്ള ഒരു മാറ്റം നമുക്ക് കാലാകാലങ്ങളായിട്ട് കാണാം. ചില ഭാഗങ്ങളിലൊക്കെ മേ ബി അതൊരു ഇപ്പോൾ പുതിയൊരു ലൈഫിൻ്റെ വേറൊരു പേസിലാണല്ലോ അവർ നിൽക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അവരിലും ഉണ്ട്. ബട്ട് വളരെ പക്വതയോടെ വളരെ കൺട്രോൾഡ് ആയിട്ട് സട്ടിലായിട്ട് തന്നെ ഈ എമോഷൻസിനെയൊക്കെ അവർ കൺവേ ചെയ്തിട്ടുണ്ട്. ആ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ അത് എനിക്ക് കണക്റ്റ് ആയത് ആ റിലേഷൻഷിപ്പ്. ഓരോ ആൾക്കാരും അച്ഛൻ അമ്മ മാത്രമല്ല, ഒരു സിസ്റ്റർ ടു അവരുടെ അനിയനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്. വെറുതെ ഒരാൾ മരിച്ചു എന്നുള്ള ഒരാൾ പോയി എന്നുള്ളത് കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, ആ ഒരു കമ്മിറ്റ്മെൻറ്റിൽ കുരുത്തുകൊണ്ട് മുമ്പോട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോകുന്ന ഒരു റോളാണിതിൽ. അപ്പോൾ അതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അതെ, നല്ല നല്ല ഫിലിംസ് ഇതുപോലത്തെ ഇറങ്ങുമ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ട് വിജയിപ്പിക്കും. ഇതുപോലത്തെ ഫിലിംസൊക്കെ വല്ലപ്പോഴൊക്കെ ഇറങ്ങുകയുള്ളൂ. ഏറ്റവും പ്രത്യേകത ഇത് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന രീതി, ഒരു സെറോട്ടോണിക് മാജിക് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണ്. അങ്ങനത്തെ ഒരു തീമിനെ വളരെ പോസിറ്റീവായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ, ആ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു പൂർണ്ണമായിട്ട് സംതൃപ്തി ലഭിച്ചുകൊണ്ട്, എന്തെന്നില്ലാത്തൊരു സംതൃപ്തി, ഒരു ഗ്ലൂമിനെസ് ഒന്നും ഇല്ലാതെ, എൻ്റെ ഒരു ഫീലിംഗ് ഞാൻ പറഞ്ഞുകൊണ്ടോ ഇറങ്ങി വരുമ്പോൾ നല്ലൊരു ഫീല് കിട്ടിയാണ് ഇറങ്ങി വന്നത്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നല്ല നല്ല സിനിമകൾ ഇതുപോലത്തെ ഇറങ്ങട്ടെ, പുതിയ പുതിയ പരീക്ഷണങ്ങൾ
ഇപ്പോൾ ഹോളിവുഡ് സ്റ്റൈൽ പോലെ തന്നെ നമ്മുടെ മല്ലുവുഡ് സ്റ്റൈലിലുള്ള നമ്മുടെ നാടിൻ്റെ തനിമയും അതൊക്കെ വെച്ചുകൊണ്ടും ഫിലിംസ് ഇറങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മനോഹാരിത ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ എല്ലാ ജോണറിലുള്ള ഫിലിംസും നമ്മുടെ നാട്ടിൽ ഇനിയും വരട്ടെ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറച്ചുകൂടെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു ഫിലിമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആ സൗണ്ടിൻ്റെ ബ്യൂട്ടി, പിന്നെ ആ വിഷ്വൽസിൻ്റെ ഒരു ഇത്, പിന്നെ ആ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്ന ഇപ്പോൾ ചേസിങ് സീനൊക്കെ, അതൊക്കെ കുറച്ചും കൂടെ ആസ്വദിക്കാൻ എനിക്ക് തോന്നുന്നു അത് തിയേറ്ററിലായിരിക്കും തോന്നുന്നു. അപ്പോൾ എല്ലാവരും പോയി കാണാം. അപ്പോൾ മറ്റൊരു ഫിലിമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.